നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആരാ വരുന്നത് നോക്കി. ഇവളെങ്ങനെ ഇവിടെ വന്നത്? എന്നാലും എല്ലാരും അമ്പലത്തിലേക്ക് വന്നപ്പോ എന്നെ കൊണ്ടുവരാതിരുന്നത് വളരെ മോശമായിപ്പോയി. എന്തൊക്കെ പ്രാർത്ഥനകളും വഴിപാടുകളും നേർന്നിട്ടാണെന്നറിയോ 6 മാസത്തേക്കാണെങ്കിൽ പോലും ഞാൻ ഈശ്വരമംഗലത്തേക്ക് വന്നത്. ഔട്ടിങ്ങിനൊന്നും വന്നതല്ലല്ലോ നിങ്ങള്, എന്നെ കൂടെ കൊണ്ടുവരായിരുന്നു. നീ അമ്പലത്തിൽ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാന്ന് അമ്മയ്ക്ക് തോന്നിക്കാണും, അതുകൊണ്ടാ വിളിക്കാഞ്ഞത്. പ്രണവിനെ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ ഓരോ നിമിഷമുള്ള എന്റെ പ്രാർത്ഥനകളിലെല്ലാം പ്രണവിന്റെ നന്മ മാത്രമേ ഉണ്ടാവൂ. അല്ല, നീ എങ്ങനെ ഇവിടെ വന്നു? സത്യം പറയണോ കള്ളം പറയണോ? കള്ളം പറഞ്ഞിട്ട് വസുന്ധരാന്റി എങ്ങനെ കയറി വന്നിട്ട് പണിയായാലോ? ചോദിച്ചാ കേട്ടില്ല, നീ എങ്ങനെ വന്നു? എങ്ങനെ വരാനാ? ഒരു ഓട്ടോയ്ക്ക് കൊടുക്കാനുള്ള പൈസ പോലും എന്റെ കയ്യിലില്ലല്ലോ. പിന്നെ വസുന്ധരാന്റിയുടെ കാല് പിടിച്ചിട്ടാ ആന്റി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വസുന്ധരാമ്മ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ആ വന്നു, പക്ഷെ അകത്തേക്ക് കയറിയില്ല. ആന്റിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന്. നമ്മള് കയറി വരുന്ന വാതിലില്ലേ, അവിടെ നിൽപ്പുണ്ട് ആന്റി. അയ്യോ, അപ്പൊ നിധിക്കും അമ്മയ്ക്കും പുറത്തിറങ്ങാൻ പറ്റി കാണില്ലല്ലോ. പ്രണവേ, എനിക്ക് പ്രണവിന് വേണ്ടി 1-2 വഴിപാടുകൾ നടത്തണം. പ്രണവെന്ന് എന്റെ കൂടെ നിൽക്കോ? 6 മാസത്തേക്ക് കൂടെ കൂട്ടിയപ്പോഴേ അമ്പലത്തിൽ കൊണ്ടുവന്ന് കൂടെ നിന്ന് പ്രാർത്ഥിച്ചോളാന്ന് എഗ്രിമെന്റ് എഴുതി വെച്ചിട്ടൊന്നുമില്ല. അത് മാത്രമല്ല, ഈശ്വരമംഗലത്തിന് പുറത്ത് എന്റെ അനുവാദം ഇല്ലാതെ എന്റെ കൂടെ എങ്ങോട്ടും വരാൻ പാടില്ല എന്നും എഗ്രിമെന്റിനകത്ത് എഴുതിയിട്ടുണ്ട്. മറന്നുപോയോ? ഇതൊരു പ്രാർത്ഥനയല്ലേ പ്രണവേ, അതിനിടയിലേക്ക് എന്തിനാ എഗ്രിമെന്റ് ഒക്കെ വലിച്ചയക്കുന്നത്? നീ പ്രാർത്ഥിക്കോ വഴിപാട് നടത്തിയോ എന്താന്ന് വെച്ചാ ചെയ്തു. വേണമെങ്കിൽ ഒരു ശയനപ്രദർശനം കൂടെ അങ്ങ് നടത്തിക്കോ. അതിന് കൂട്ടിയിക്കാൻ ഞങ്ങളെ ആരും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ബലം വയ്ക്കാം വാമേ. അതെ, നീ പ്രാർത്ഥിക്കാനാ വന്നെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോകാൻ നോക്ക്. വസുന്ധരാന്റിയുടെ ഐഡിയ തുടക്കത്തിൽ തന്നെ ചീറ്റില്ലോ.